ജനങ്ങൾ ശാന്തരായി താമസിക്കുന്ന ഒരു ഗ്രാമീണ മേഖലയിൽ നിന്ന് പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കാണാതാവുക, അതും മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിയെ. രാത്രി 7:30 മണിക്ക് 2 മണിക്കൂറിന് ശേഷം 10 കിലോമീറ്റർ അകലെ നിന്ന് ഒരു പോറലുമേൽക്കാതെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതാ ആശ്വാസം. പക്ഷെ അപ്പോഴും ആര് കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയി എന്നത് നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ് ബാക്കി വെച്ചത്. ഒരു മാമൻ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന വിവരം മാത്രമാണ് കുഞ്ഞിന് പങ്കുവെക്കാനുണ്ടായിരുന്നത്. ഒരാൾ കുട്ടിയെ സ്കൂട്ടറിലിരുത്തി പോകുന്ന CCTV ദൃശ്യം മാത്രമാണ് പോലീസിന് തുമ്പായി ഉണ്ടായത്. എന്തായാലും 4 ദിവസത്തിനുള്ളിൽ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. സുസുക്കി ആക്സസ് സ്കൂട്ടറാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ 12-13 കിലോമീറ്റർ ദൂരത്തിലുള്ള എല്ലാ CCTVകളും നമ്മൾ കളക്ട് ചെയ്തു. വൈകുന്നേര സമയങ്ങളിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയ്ക്ക് വെച്ച് മദ്യപിച്ചിട്ട് ആ ഭാഗത്തൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഉദ്യോഗസ്ഥർ അവർ ബാറുകൾ കേന്ദ്രീകരിച്ചും കൂടി ഒരു അന്വേഷണം നടത്തി. നമ്മൾ ആ ബാറിലെ CCTV ഫുട്ടേജ് നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു. കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരത്തിലുള്ള മുഴുവൻ CCTV ക്യാമറകളും പോലീസ് അരിച്ചുപെറുക്കി. വൈകുന്നേര സമയമായതുകൊണ്ട് മദ്യപിച്ച് ആരെങ്കിലും ആ വഴി വന്നിട്ടുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത ബാറുകളിൽ നിന്നുള്ള വിവരവും ശേഖരിച്ചു. അങ്ങനെയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. എന്തായാലും പടിഞ്ഞാറത്ര പുതുശ്ശേരിക്കടവ് സ്വദേശി ജിഹാസിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ഭാഗത്ത് ഉള്ളതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ ടീം ഇവിടുന്ന് പോയി. അതുപോലെ തന്നെ കോഴിക്കോട് ക്രൈം സ്ക്വാഡിലും ഞാൻ വിവരം അറിയിച്ചു. അവരും ആ സമയം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആ പ്രതിയെ അപ്രഹെൻഡ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കഞ്ചാവ് കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള ജിഹാസ് മദ്യപിച്ച സ്കൂട്ടറിൽ വരുമ്പോഴാണ് വീട്ടുമുറ്റത്ത് കളിക്കുന്ന കുഞ്ഞിനെ കണ്ടത്. കുഞ്ഞിന്റെ ദേഹത്തെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കുഞ്ഞിനെ സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുപോയത്. എന്നാൽ ചെവിയിൽ നിന്ന് കമ്മൽ ഊരിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി ബഹളം വെച്ചു. മാത്രമല്ല, ഫോണിലടക്കം കുട്ടിയെ കാണാതായ വിവരങ്ങൾ വരുന്നതും ജിഹാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ കുഞ്ഞിനെ ഒരിടത്ത് ഉപേക്ഷിച്ച കടന്നു കളയുകയായിരുന്നു. കാണാതായ കുഞ്ഞിനെ മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചു കിട്ടിയെങ്കിലും തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെത്താൻ പോലീസ് പഴുതടച്ച നീക്കമാണ് നടത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചടുലമായ നീക്കങ്ങൾക്കൊടുവിലാണ് പ്രതി ജിഹാസ് വലയിലായത്. എന്തായാലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞതോടെ നാട്ടുകാർക്ക് ആശ്വാസമായി. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.